വന്നിരിക്കുന്നത് പൊട്ടറ്റോ ബജി ആയിട്ടാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസിൽ കൂടുതൽ പൊട്ടറ്റോ ബജി നമുക്ക് ഇതിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഐറ്റംസാണ് വേണ്ടതെന്നുള്ളത് ആദ്യമേ തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് എടുക്കേണ്ടത് 2 പൊട്ടറ്റോ ആണ്. 2 അല്ലെങ്കിൽ 3 പൊട്ടറ്റോ എടുക്കാം കേട്ടോ. പിന്നെ വേണ്ടിയിരിക്കുന്നത് കടലമാവാണ്. 1-1.5 കപ്പ് കടലമാവാട്ടോ വേണ്ടത്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പാണ്. മഞ്ഞൾപ്പൊടിയൊക്കെ നമുക്ക് ആവശ്യത്തിന് കളർ വരാൻ വേണ്ടി മാത്രം മതി. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ആണ്. പിന്നെ വേണ്ടത് ഉപ്പ് ആവശ്യത്തിന് മാത്രം. പിന്നെ നമുക്ക് കടലമാവിന്റെ ബാറ്റർ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളവും വേണം. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പൊട്ടറ്റോ ബജി ഉണ്ടാക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ഈ പൊട്ടറ്റോ എന്ന് പറഞ്ഞിരിക്കുന്നത് നന്നായിട്ട് തൊലി പൊളിച്ചിട്ട് സ്ലൈസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്യാണ് വേണ്ടത്. അല്ലാണ്ട് നമ്മൾ വേവിക്കുന്നില്ല കേട്ടോ. പൊട്ടറ്റോ ബജി ഉണ്ടാക്കാൻ വേണ്ടി വേവിക്കേണ്ട കാര്യമില്ല. അല്ലാണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്താൽ മാത്രം മതി. അപ്പൊ നമുക്കിനി കട്ട് ചെയ്യാം. അങ്ങനെ പൊട്ടറ്റോയുടെ തൊലിയൊക്കെ പൊളിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്താൽ മതി. ഒന്ന് സ്ലൈസ് ആയിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാനത് കട്ട് ചെയ്തും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്യുന്ന വെച്ചാൽ കൂടുതലായിട്ട് വല്ലാണ്ട് സ്ലൈസ് ആയി പോരുത്. കണ്ടില്ല, ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അല്ലാണ്ട് ഫ്രൈ രൂപത്തിലായി പോകും നമ്മൾ ചെയ്യാൻ നേരത്ത്. അതുകൊണ്ട് ഇത്രയും രൂപം മതി. ഇനിയിപ്പോൾ ഞാൻ എടുക്കുന്നത് കുറച്ച് വെള്ളമാണ്. കുറച്ച് വെള്ളം ഞാൻ ഈ പൊട്ടറ്റോയുടെ ഉള്ളിലേക്ക് ഞാനത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്തുകൊണ്ടെന്ന് ചിലപ്പോൾ പൊട്ടറ്റോയില കറയൊക്കെ ഉണ്ടാവും. അപ്പോൾ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കുറച്ചു നേരം വെള്ളത്തിൽ കിടക്കാൻ നേരത്ത് കുറച്ചൊരു സോഫ്റ്റ്നെസ്സും നമുക്ക് പൊട്ടറ്റോയ്ക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഒരു 5 മിനിറ്റ് മാത്രം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കിടന്നാൽ മാത്രം മതി. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ പോലെ തന്നെ 1-1.5 കപ്പ് കടലമാവ് ആട്ടോ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ആ പൊടി ഐറ്റംസ് എല്ലാം തന്നെ നമുക്ക് ചേർക്കാം. ഞാനിപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് മാത്രമാണ് മുളക് പൊടിയും ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആവാൻ നേരത്തെ കൂടുതൽ മുളക് പൊടിയൊക്കെ ചേർത്താൽ പിന്നെ അവർക്ക് ഒട്ടും തന്നെ കഴിക്കാണ്ട് വരും. അതുകൊണ്ട് ലേസ്റ്റ് ഒന്ന് തരിയായിട്ട് മാത്രമാണ് ഞാൻ മുളക് പൊടി ചേർക്കുന്നുള്ളൂ. പിന്നെ ഞാനൊരു ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാട്ടോ ഈ മല്ലയില ചേർക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മല്ലയില കറിവേപ്പിലയൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പം അതിൻ്റെ നീരൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്വാദും കിട്ടും. നമുക്ക് കാണാനാണെങ്കിൽ ഒരു ഭംഗിയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമുക്കത് മൊത്തമായിട്ട് ഇടുവോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചിടുവോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ബാറ്റർ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇതെന്ന് വെച്ചാൽ കൂടുതലായിട്ട് വെള്ളം ആവാനും പാടില്ല. ഒരു മീഡിയം കൺസിസ്റ്റൻസി ആയിട്ട് നമുക്കിതിന് ആവശ്യമുള്ളൂ. കുറച്ചൊന്ന് മുങ്ങിക്കിടക്കണ്ടേ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കതിലേക്ക് വെള്ളം ചേർത്തുകൊണ്ടേ ഇരിക്കാം. നമ്മുടെ ആ ഒരു ദോശയുടെയൊക്കെ നമ്മൾ മാവുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മീഡിയം കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ ഒരു കൺസിസ്റ്റൻസി മതി. കൂടുതലായിട്ട് തിക്കാവാനും പാടില്ല, വെള്ളമാവാനും പാടില്ല എന്നുള്ള രീതിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് കുറച്ചും കൂടെ വെള്ളം നമുക്ക് ഒഴിക്കാം. കാരണം ഇപ്പൊ കുറച്ച് തിക്കായിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടെ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. മതി, ഇത്ര മതി. ഇനിയിപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് കയ്യിലുകൊണ്ട് തന്നെ ഇളക്കി നമുക്ക് ഒരു പരുവാക്കി നമുക്ക് വയ്ക്കാം. കണ്ടില്ലേ, നമ്മുടെ ഒരുമാതിരി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. കണ്ടോ, ഇങ്ങനെ നമ്മൾ എടുക്കാൻ നേരത്ത് കണ്ടില്ലേ നന്നായിട്ട് ആ ഒരു കുഴമ്പ് പോലെ നമുക്ക് വരുന്നുണ്ടല്ലോ. ഇത്രയും മതി. ഇതാണ് നമ്മുടെ കറക്റ്റ് ലെവലായിട്ട് നമുക്ക് വന്നിരിക്കുന്നത്. ഇപ്പം എല്ലാം ഞാൻ കുറച്ചേ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. കാരണം കൂടുതലായി കഴിഞ്ഞാൽ കൂടുതൽ മഞ്ഞ അതും വരും. അതുപോലെ തന്നെ കൂടുതൽ എരിവൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടി എല്ലാം കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പം നമ്മുടെ ബാറ്ററും നമ്മുടെ റെഡി ആയിട്ടുണ്ട്. പൊട്ടറ്റോയും കൂടെ നമ്മുടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇങ്ങനെ സ്ലൈസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പൊട്ടറ്റോ ഈ ബാറ്ററിന്റെ ഉള്ളിലേക്ക് നമ്മളൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഓരോന്നായിട്ട് നമുക്കങ്ങനെ ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്നോട്ടെ കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ അപ്പോൾ പൊട്ടറ്റോ 5 മിനിറ്റ് നന്നായിട്ട് നമ്മൾ മുക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പാനിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെജിറ്റബിൾ ഓയിലും കൂടെ ചേർക്കാം. നന്നായിട്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ മുക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ നമ്മുടെ കൈ കൊണ്ടോ അല്ലെങ്കിൽ കയ്യിൽ കൊണ്ടോ തന്നെ നന്നായിട്ട് ആ ഒരു കടലമാവൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ കയ്യിൽ തന്നെ വേണമെന്നില്ല കേട്ടോ. നമ്മുടെ കൈ കൊണ്ട് തന്നെയാണെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മുങ്ങിക്കിടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കടലമാവ് എന്തായാലും അതിൽ പറ്റിപ്പിടിച്ചിരിക്കും. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാം തന്നെ ഇട്ട് കൊടുക്കാം.
നമ്മളിപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ നേരത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ പറ്റി പിടിക്കുമെങ്കിൽ കൂടിയും കുറച്ചൊന്ന് നമ്മൾ ആ ഒരു നന്നായിട്ട് വെന്തൊക്കെ വരുമ്പോൾ മാറി 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 ഒന്നത് വേർതിരിഞ്ഞ് തന്നെ അത് പൊക്കോളൂ കേട്ടോ. എല്ലാം ഇതുപോലെ തന്നെ നമുക്കത് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ നേരത്ത് അതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ട് തരിതരികളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്കതെടുത്ത് മാറ്റാം കേട്ടോ. ഇപ്പം അത് കിടന്നു വെച്ച് കുഴപ്പമൊന്നുമില്ല. ഒരു 2 മിനിറ്റ് മാത്രം നമ്മൾ ഓരോ പാർട്ടും നന്നായിട്ട് കിടന്നാൽ മാത്രം മതി കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒരു സംഭവമാണ്. കാരണം അത്ര കട്ടിയിലും അല്ലല്ലോ നമ്മളത് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 2-2.5 മിനിറ്റ് മാത്രം ഫസ്റ്റ് പാർട്ടും അതുപോലെ തന്നെ ഒരു 2 മിനിറ്റ് മാത്രം സെക്കൻഡ് പാർട്ടും നമ്മൾ കിടന്നാൽ മതി കേട്ടോ. കളറൊക്കെ പെട്ടെന്ന് തന്നെ അതിന്റെ ചേഞ്ച് ആവും. കണ്ടില്ലേ, നമ്മുടെ ആ ഒരു 2-2.5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് തിരിച്ചിടാം. കണ്ടില്ലേ, ആ കളറൊക്കെ മാറിയിട്ടുണ്ട്. ആ ഒരു ബ്രൗൺ കളറിലേക്കൊക്കെ വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വെന്ത് പോകുന്ന സാധനം കേട്ടോ. നമ്മൾ കൂടുതൽ കട്ടിയിലൊന്നും അല്ല ചെയ്യണത്. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് നമുക്കത് വെന്ത് കിട്ടും. തിരിച്ചിടാൻ നേരത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയി പോകും കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഇതായിട്ടാണെങ്കിലും പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുന്ന ഒരു സംഭവമാണ്. പിന്നെ ഇപ്പോൾ നമുക്കൊരു 2 മിനിറ്റ് പോലും നമുക്ക് വേണ്ട. ഒരു 1.5 മിനിറ്റ് ആവുമ്പോൾ തന്നെ നമുക്ക് അത് എടുക്കാനുള്ള സമയമാവും. അതുപോലെ തന്നെ കിടക്കട്ടെ. അങ്ങനെ 1.5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പാർട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു ലേശം ഒരു ക്രിസ്പി ഒക്കെ പോലെയൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ടിഷ്യൂ പേപ്പർ വയ്ക്കണത് നല്ലതാണ് കേട്ടോ. കാരണം അത് പെട്ടെന്ന് ഇങ്ങനെ ആ ഓയിൽ എന്തായാലും പിടിക്കുന്ന സംഭവമല്ലേ. അപ്പോൾ അതുകൊണ്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമുക്കിത് എല്ലാം നമുക്കിതുപോലെ തന്നെ നമുക്ക് മാറ്റാം. അപ്പോൾ ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ബാച്ച് ഇതുപോലെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് നമുക്ക് ബജി റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ ബജി റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് തയ്യാറാക്കിയിട്ട് നമുക്കും പിള്ളേർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റേണ്ട ഒരു വിഭവം തന്നെയാണിത്. കാരണം വൈകുന്നേര സമയങ്ങളിൽ നന്നായിട്ട് വിശന്നിരിക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കി നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ് ബോക്സിൽ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. പിന്നെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോസ് ആയിട്ട് ഇനി ഞാൻ വീണ്ടും വരാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും bye.